മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് പകരം തുടർഭരണം എന്ന നിലയിലേക്ക് കേരളം മാറിയത് വികസന മുന്നേറ്റത്തിന് വഴിതെളിച്ചുവെന്ന് കെ.ടി. ജലീൽ എം.എൽ.എ. ഇടതുപക്ഷത്തിന് തുടർഭരണം കിട്ടിയതിന്റെ നേട്ടങ്ങളും ഇനിയും ഒരു തവണ കൂടി ഭരണം ലഭിച്ചാൽ പ്രതീക്ഷിക്കാവുന്ന വികസനവും വിശദീകരിച്ചാണ് ജലീലിന്റെ കുറിപ്പ്. ഓരോ 5 വർഷവും മാറി മാറി വരുന്ന സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനമെന്ന അപഖ്യാതി കേരളത്തിന് മാറിക്കിട്ടിയത് വലിയൊരു അനുഗ്രഹമായി. അത് വികസന രംഗത്തുണ്ടാക്കിയ കുതിച്ചുചാട്ടം എല്ലാ വിവരങ്ങൾക്കും അപ്പുറമാണ്. പരിമിതമായ 5 വർഷ അജണ്ടകളാണ് കേരളത്തെ പല രംഗത്തും പിറകോട്ടടിപ്പിച്ചത്. ആർക്കും ധൈര്യപ്പെട്ട് ഒന്നിനും മുതിരാൻ കഴിയാത്ത സാഹചര്യം ഒരുതരം പഞ്ചവർഷ കാഴ്ചപ്പാട് ഭരണകർത്താക്കൾക്കിടയിലും നിക്ഷേപകർക്കിടയിലും ഉണ്ടാക്കി. നാഷണൽ ഹൈവേ വൈകിയതിന്റെ കാരണവും ഗെയിൽ വാതക പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമാകാതിരുന്നതിന്റെ അടിസ്ഥാനവും ഇടമൺ കൊച്ചി പവർ ഹൈവേ നടപ്പാക്കാൻ താമസിച്ചതും മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്ന് പൂർണ്ണമായും മുക്തമാകാൻ കേരളത്തിന് കഴിയാതെ പോയതും വിഴിഞ്ഞം തുറമുഖം അനന്തമായി വൈകിയതുമെല്ലാം ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകർത്താവിന്റെ തുടർഭരണത്തിന്റെ അഭാവമാണ്. മാറി മാറി വോട്ട് ചെയ്ത് സർക്കാരുകളെ പരീക്ഷിക്കലാണ് ഭരണ മികവിന് നല്ലതെന്ന തെറ്റിദ്ധാരണയ്ക്ക് കേരളീയ വോട്ടർമാർ അന്ത്യം കുറിച്ചതാണ് മലയാളക്കരയെ അപ്പാടെ മാറ്റിമറിച്ച് നമ്മുടെ സ്വപ്ന പദ്ധതികളെ പൂർത്തീകരണ പാതയിലേക്ക് നയിച്ചത്. ഒന്നാം പിണറായി സർക്കാർ 5 വർഷത്തിൽ ഒതുങ്ങിയിരുന്നെങ്കിൽ ഇന്ന് കേരളം എത്തിയിടത്ത് എത്താൻ പതിറ്റാണ്ടുകൾ കാത്തിരിക്കുകയോ അതല്ലെങ്കിൽ വികസനത്തിന്റെ പിനാക്കളുടെ മേൽ മണ്ണിട്ട് മൂടുകയോ ചെയ്യേണ്ടി വരുമായിരുന്നു. ഒരു 3-ാം ഊഴം ചൂപ്പിന് കിട്ടിയാൽ പിടിച്ചാൽ കിട്ടാത്ത ഉയരങ്ങളിലേക്ക് കേരളം വികസിക്കും. വിഴിഞ്ഞം തുറമുഖം അതിന്റെ സമ്പൂർണത കൈവരിക്കാൻ, കേരയിൽ സാക്ഷാത്കരിക്കാൻ മോഹവില നൽകി മറ്റു ദേശീയ പാതകൾക്കും സ്ഥലമേറ്റെടുത്ത് ഹൈവേ അതോറിറ്റിക്ക് കൈമാറാൻ, വ്യവസായ വളർച്ചയുടെ സൂചിക മുന്നോട്ട് ചലിപ്പിക്കാൻ, വൃത്തിയുള്ള കാര്യത്തിൽ കേരള സംസ്ഥാനത്തെ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒപ്പം എത്തിക്കാൻ, ഭാരതത്തിലെ ഏറ്റവും സുരക്ഷിതമായ വിദ്യാഭ്യാസ ഹബ്ബായി കേരളത്തെ വളർത്താൻ ചുവപ്പിന്റെ 3-ാം ഊഴത്തിനെ കളമൊരുക്കാനാവും. സന്ദേഹം വേണ്ട, തീരദേശ ഹൈവേയും മലയോര ഹൈവേയും ഏതാണ്ടായി കഴിഞ്ഞു. ദേശീയ ജലപാതയുടെ ഭാഗമായി കേരളത്തിൽ ഉൾനാടൻ ജലഗതാഗതം പ്രചാരം നേടുകയാണ്. ജലപാത കടന്നു പോകുന്ന ഇടങ്ങളിലെ പാലങ്ങൾക്കും റെഗുലേറ്ററുകൾക്കുമെല്ലാം ആവശ്യമായ ബോട്ട് ചാനലുകളുടെ നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. പൊന്നാനിയിൽ പൂർത്തിയായി. കൂട്ടായ റെഗുലേറ്ററിൽ 45 കോടി ചെലവിട്ട് പണി ആരംഭിച്ചു. സീപ്ലെയിനും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കടൽ ഗതാഗതവും ചരക്കു നീക്കവും വൈകാതെ ലക്ഷ്യം കാണും. കേരളത്തിലെ 4 വിമാനത്താവളങ്ങളെ ബന്ധിപ്പിക്കുന്നതും അവയെ മലയാളി പ്രവാസ ലോകവുമായി കൂട്ടിയിണക്കുന്നതുമായ കേരള എയർലൈൻസും നടപ്പാകാൻ ചുവപ്പിന്റെ രാഷ്ട്രീയത്തിന് 3-ാം ഊഴം കിട്ടിയേ മതിയാവൂ. സംസ്ഥാനത്തെ മത്സ്യബന്ധന തുറമുഖങ്ങളും വാണിജ്യ തുറമുഖങ്ങളും പുരോഗതിയുടെ വഴിയിലാണ്. ആ കുതിപ്പിന് വേഗം പകരാൻ ഇടതിന്റെ 3-ാം തുടർഭരണത്തിന് കഴിയുമെന്ന് ഉറപ്പാണ്. 2031 ആകുമ്പോഴേക്ക് തിരിച്ചറിയാനാവാത്ത വിധം കേരളത്തെ പരിവർത്തിപ്പിക്കാൻ 2-ാം പിണറായി സർക്കാരിനും 3-ാം ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനും സാധിക്കും. തീർച്ച. രാസലഹരി മാഫിയ കണ്ണുവെച്ച കേരളത്തെ അവർക്ക് വിട്ടുകൊടുക്കാതെ പല്ലും നഖവും ഉപയോഗിച്ച് പ്രതിരോധിക്കാനുള്ള യുദ്ധത്തിന്റെ കമാൻഡർ ചീഫായി പിണറായി വിജയൻ കച്ചമുറുക്കി അടർക്കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു എന്ന് പറയുന്ന ജലീൽ കേരളത്തെ വ്യവസായ വളർച്ചയുടെ ഉത്തശൃംഖത്തിൽ എത്തിക്കാൻ LDF സർക്കാർ കർമ്മപഥത്തിലുണ്ട് എന്നും പറയുന്നുണ്ട്. വിദ്യാഭ്യാസം, ആരോഗ്യം, പാർപ്പിടം, ക്ഷേമ പെൻഷൻ തുടങ്ങി എല്ലാ മേഖലകളിലും കേരളം കൈവരിച്ച നേട്ടങ്ങൾ കെ.ടി. ജലീൽ എടുത്തു പറയുന്നുണ്ട്. വർഗീയത ചേർത്ത് തോൽപ്പിക്കേണ്ട ആവശ്യകതയും ഗുജറാത്ത് കലാപ സാഹചര്യം സൂചിപ്പിച്ച് കുറിപ്പിൽ പറയുന്നു. ഒന്നുവിടാതെ ഇടതുപക്ഷ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം ഈ കുറിപ്പ് വായിക്കുന്ന ഏതൊരാളുടെയും മനസ്സിൽ തെളിഞ്ഞു വരുമെന്ന് ഉറപ്പാണ്.